വിനു എന്താടാ നീ ഇടുന്നു വന്നേ. എന്തിനാ ഇങ്ങോട്ടൊന്ന് വാടാ. മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. നീ ദാ ഇത് കണ്ടോ? ഏതാടാ ആ, കുഞ്ഞ്? എനിക്കറിയോ. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? ആരെങ്കിലും കൊണ്ട് കിടത്തിയേച്ച് പോയതായിരിക്കും. ഞാൻ ഇവിടെ മുഴുവൻ നോക്കി ആരെയും കാണുന്നില്ല. അയ്യോ, ഇത് നിങ്ങളുടെ കുട്ടിയാണ്. നിങ്ങളെ ഏൽപ്പിക്കുന്നു. അയ്യോ, ആ, ആ. ബോണി. കറക്റ്റ്. ഇത് ബോണിയുടെ കുട്ടി തന്നെയാ. അവന് പല പെണ്ണുങ്ങളുമായി കണക്ഷൻ ഉള്ളതല്ലേ? അതിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ ആയിരിക്കും. തല്ലിപ്പൊളി ആക്കുവോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആകെ നാറ്റ കേസാവും. അവരാണെങ്കിൽ സ്ഥലത്തും ഇല്ല. ഒരു കാര്യം ചെയ്യാം, ആൾക്കാരറിയുന്നതിന് മുമ്പ് ഇതിനെ എടുത്ത് അകത്ത് നിർത്തിയാലോ? ആ, വാ. എടുക്ക്. പതുക്കെ, പതുക്കെ. ഓ, പോടാ. കഥവടക്കി, കഥവടക്കി. നല്ല ഭംഗിയുള്ള കുട്ടി. അതെ, ചെന്ന് നോക്ക്. നീ പോയി. നീ ചെന്ന് നോക്ക്. ഈ ഫ്ലാറ്റിലുള്ളവർക്ക് ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന രാമൻ വന്നിട്ടുണ്ട്. വല്ലതുണ്ടോ? ഇന്ന് വേണ്ട, നാളെ വരാൻ പറ. ഭയങ്കര തണുപ്പാ പുറത്ത്. ബീഡിന്റെ കയ്യില് ബീഡി അത് പിന്നെ അവിടെ എവിടെയും കാണുന്നു. സേർട്ടുണ്ട്. ഇതാ, ആ, സിഗരറ്റ് തന്നെ ഉണ്ടല്ലേ? അത് മുഴുവൻ ഇരുന്നോട്ടെ. ഓ, ഇനി ഒരു കാപ്പിയും കൂടി കിട്ടിയ രാവിലത്തെ ഫംഗ്ഷൻ ക്ലീൻ. അയ്യോ, അതിനിവിടെ കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിനെന്താ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ സമയല്ലേ? അല്ല, ഇവരൊന്നും എണീറ്റിട്ടില്ലേ? അല്ല, അവരുറങ്ങിക്കോട്ടെ, നമുക്ക് കാപ്പി ഉണ്ടാക്കാം. അല്ല, ഇവിടെ അടുത്തെങ്ങാനും പ്രസവിച്ച സ്ത്രീകളുണ്ടോ? പിന്നെ ഇവിടെ ഒക്കെ പ്രസവിച്ചവരനല്ലേ? പ്രസവിക്കാത്ത മച്ചു പെണ്ണുങ്ങളൊന്നും ഈ ഏരിയയിലില്ല. അതല്ല, ഈ ഫ്ലാറ്റിൽ അടുത്തിടെ പ്രസവിച്ച ഏതെങ്കിലും സ്ത്രീകളുണ്ടോ എന്നറിയാനാ. എന്താ കണ്ണിൽ മുലപ്പാൽ ഒഴിക്കാനാ? കണ്ണിന് എന്ത് പറ്റി? കണ്ണിന് കുഴപ്പമൊന്നുമില്ല. രാത്രി മുഴുവൻ ഒരു കൊച്ചു കുഞ്ഞിനെ നിർത്താനുള്ള കരച്ചിൽ കേട്ടു, അതാ ചോദിച്ചത്. അതാരടാ? ഞാൻ അറിയാതെ ഒരു പുതിയ കാര്യം. ഇനി ഇവരൊക്കെ കേട്ടോ? അവര് കേൾക്കാൻ വഴിയില്ല. ഇത് ആ ഭാഗത്തു നിന്നാണ് കേട്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ കരയാൻ പ്രായമുള്ള ഒരു കുട്ടി ഇവിടെ ഇല്ലല്ലോ. താഴെ എവിടെ എവിടെ കേൾക്കുന്നില്ലല്ലോ. ആ. ഇനി മുകളിലെറ്റായി കറക്റ്റ് ആയിരിക്കും. ഞാൻ നോക്കിട്ട് വരാം. അയാൾ പോയോ? ആ, പോയി. ആ, ഉണന്നോ? എടാ, ഇത് അവന്റെ കുഞ്ഞ് തന്നെയാ. നീ ആ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. അവന്റെ തനി പകർപ്പാ. ശരിയാണല്ലോടാ. ദാ, നീ മറുക കണ്ടോ? ബോണിയുടെ കാലിലുണ്ട് ഇതേപോലത്തെ ഒരു മറുക. അപ്പൊ ഇത് അവന്റെ കൊച്ചു തന്നെ? ആ, ആശാ ചെറിയന്റെ അമൃതകുമാരിയുടെയോ എലിസബത്തിന്റെ ആരുടെങ്കിലും കുട്ടിയായിരിക്കും. അവന് നിങ്ങൾ വരട്ടെ, റാസ്കൽ. ഛേ, അവൻ വരുന്നവരെ കൊച്ചിനെ കാത്തു വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക്? കരയില്ല, കരയില്ല. ഇത് കണ്ടോ? ഏതാടാ അടുത്ത കുരിശ്? എനിക്കറിയൂ. ആരായാലും കഥ ഓർക്കണ്ട. കഥ ഓർക്കാതെ ആരെന്നറിയാൻ പറ്റുമോ? അവൻ കേൾക്കും. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, കരയിലും ഉണ്ണിത്താൻ സാറാ. ആരായാലും തുറക്കണ്ട. നമ്മൾ ഇവിടെ ഇല്ലാന്ന് കണ്ട് തിരിച്ചു പൊക്കോളും. കരയില മോളെ, കരയില കരയില കരയില, മാനം കെടുത്തല്ലേ. നീ അതൊക്കെ കാണിക്കില്ലേ? ചെവിയുടെ കരയുന്ന പോലെയല്ലേ ശബ്ദം. ഒരു കാര്യം ചെയ്യ്, ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യ്. കരയില്ല, 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 കരയില്ല മോളെ, കരയില്ലേ, കരയില്ലേ. കുറച്ചുകൂടി വോളിയം കൂട്ട്. നമുക്ക് ആ TV ഓൺ ചെയ്ത് കൊച്ചിനെ കാണിച്ച കരച്ചിലിട്ടാലോ? എടാ, TV പ്രോഗ്രാം കാണാനുള്ള പ്രായമാണല്ലോ കുഞ്ഞിന്. പോരാത്തിന് നമ്മുടെ ടിവിയിലെ പ്രോഗ്രാം കണ്ട കരയാത്ത കുഞ്ഞും കരയും. പിന്നിപ്പോ എന്തോ ചെയ്യാനാ? വേണ്ട 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 മോളെ, കരയില്ലേ മോളെ, മോളെ. കുഞ്ഞിന് വിശന്നിട്ടായിരിക്കൂടെ? അടുത്തെങ്ങാനും പ്രസവിച്ച സ്ത്രീകളുണ്ടായിരുന്നെങ്കിൽ. എന്തിനാ കൊണ്ടേ മുല പിടിപ്പിക്കാനാ? പിന്നെ ഇതിന്റെ കരച്ചിൽ നിർത്തുന്ന എങ്ങനാ? നീ കുഞ്ഞിനെ പിടിച്ചേ, പിടിച്ചേ. ഞാൻ പോയിട്ട് കുറച്ച് പാല് കിട്ടുമോ നോക്കിട്ട് വരാം. എടാ, പെട്ടെന്ന് വരണേ. പാലില്ലാന്ന് പറഞ്ഞ് മുങ്ങിക്കളയല്ലേ. മൂസക്കത്തിരി പാല് കിട്ടുവോ?
അയ്യോ ബൂത്ത് അടച്ചു പോയി കാണുമല്ലോ. ഛേ, പാല് പണി അതിരാവിലെ പോണ്ടേ? അല്ല നിങ്ങളൊന്ന് ഉദ്യോഗത്തിന് ഒരു പോയി. ഗസ്റ്റ് ഉണ്ട്, ചായ കൊടുക്കാനാ. ഈ സമയത്ത് എവിടുന്ന് കിട്ടാനാ? ഇനി പാൽ അത്യാവശ്യമാണെങ്കിൽ മോളിൽ ഉണ്ണിത്താൻ സാറിന്റെ ഫ്ലാറ്റിൽ ഉണ്ടാവും. ആ. അവിടെ കാണും. ഞാൻ വരാം. വേണ്ട 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 വേണ്ട, ഞാൻ പോയി വാങ്ങിച്ചോളാം. ഇതിലെന്തോ ഒരു അപാകത ഉണ്ടല്ലോ. നല്ല കുട്ടി. ആഹാ, അങ്ങനെ അടയാ കിട്ടി. ആ. എങ്ങനെ കരച്ചിൽ നിർത്തി? അതൊക്കെ നിർത്തിയളയാ. ഓ, നീ ആള് കൊള്ളാമല്ലോ. സംഭവം കൊള്ളാം, പക്ഷെ വിരലെടുത്താ ഉടനെ കൊച്ചു കരച്ചിൽ തുടങ്ങും. നീ പാലി കൊടുത്തേ. വിരല് ചപ്പി ചപ്പി സായത്തിന്റെ വിരൽ പോലായി. നീ എടുത്ത് പാല്, കരയില്, പാല്. കരയില്, പാല്. കരയില്. ഓ, വേണ്ട 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 വേണ്ട, പാല് കുടിക്ക്. പാല് കുടിക്ക് മോളെ. പാല് കുടി. ഓ, നീ കൈ എടുക്ക്, പാല് കുടി. ദാ, പാല് കുടി. ദാ, ദാ, പാല്, 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 പാല്. ഇങ്ങനെയല്ല, ഇനി ഫീഡിംഗ് ബോട്ടിൽ വേണം. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പോയി വാങ്ങിച്ചോട്ടെ. നീ ഒന്ന് നില്ല്, അവിടെ നില്ല്. ഞാൻ പോയി പഠിച്ചോണ്ട് വരാം. വേണ്ട കള, നീ പാല് വാങ്ങിക്കാൻ പോയിട്ട് നിറം ക്ഷീണിച്ചല്ലടാ. വിനോദ കളിക്കല്ലേ, മേടിക്കാൻ പോയി നീ ആവശ്യം മുങ്ങിയേക്കരുത്. മിമിക്രി കാണിക്കട്ടെ. ട്രെയിൻ പോകുന്ന കാണിക്കേ. ഓ, കരയല്ലേ. പശു 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 പശു. ഓ, കരയല്ലേ. പൂച്ച 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 പൂച്ച. കുരങ്ങ് കുരങ്ങ് കുരങ്ങ്. അയ്യോ, കരയല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്ലെയിൻ പോകുന്നതാണ്. ഒരു ഫീഡിംഗ് ബോട്ടിൽ വേണം. ഹലോ, കാശ്. ഓ, ഐ എം സോറി. ദാ. ഇതാ ഫീഡിംഗ് ബോട്ടിൽ. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? വരുന്ന വഴിക്ക് ഉടുപ്പൂടെ വാങ്ങി. അഴുക്കായ മാറണ്ടേ? ഒരു തൊട്ടിലൂടെ വാങ്ങായിരുന്നില്ലേ? ഞാനത് മറന്നടേ. അയ്യടാ, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി താരാട്ടും പാടി ഇവിടെ ഇരിക്കാം. വേറെ പണിയൊന്നുമില്ലല്ലോ. ഒരു മണിക്കൂറായി ഞാൻ കരച്ചു തമ്മിൽ കിടന്ന് പാടുപെടുന്നു. അപ്പൊ ഞാൻ കിടന്ന് പാടുപെട്ടതോ? അതിനൊന്നുമില്ല. ഓ, നീ ആ കുപ്പി എഴുതിട്ട് പാലെടുത്തോളൂ. പെട്ടെന്ന് ചെല്ലടേ. മൂത്രം. വിനോദേ. മൂടി ഓർക്കടാ. നോക്കിട്ടോ. ഇന്നത്തെ ഹിന്ദു ഉണ്ടോ? ഞങ്ങളിവിടെ ഇന്ത്യൻ എക്സ്പ്രസ്സാ വരുത്തുന്നത്. അകത്ത് ഏതോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലെ. കുഞ്ഞോ? അവൻ മിമിക്രി പ്രാക്ടീസ് ചെയ്യാ. പോടാ. മൂന്നര. അവൻ വരുന്നുണ്ട്. എന്റെ അളിയാ, ഇന്നലത്തെ ഒരു നൈറ്റ് ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല. നല്ല കിളി പോലത്തെ ഒരു പെണ്ണ്, ഒരു തമ്പുരാട്ടിക്കുട്ടിയാണ്. ഒരു രാത്രിത്തെ റിലേഷനെ ഉള്ളെങ്കിലും കല്യാണം കഴിക്കാൻ തോന്നിപ്പോയി.
ഞാനൊരു കുളി പാസ്സാക്കിയിട്ട് വന്നിട്ട് ഡീറ്റെയിൽസ് പറയാം. ഏതാ രാത്രി കൊച്ച്? നിന്റെ പെങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏത് അയൽവക്കത്താരില്ലാണോ? അല്ല, പിന്നെ ഏതാ അത് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്. റാസ്കൽ ആരുടെടാ കൊച്ച്? അളയാ എന്താ ഇത്? സത്യം പറയണം, ആ കിടക്കുന്ന കുഞ്ഞ് ആരുടേതാണെന്ന് ഇപ്പൊ പറഞ്ഞോണം. എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയത്തില്ലല്ലേ? എടാ ആശാ ചെറിയന്റെ ആണോ എലിസബത്തിന്റെ ആണോ അമൃതകുമാരിയുടെ ആണോ ഏത് കുമാരിയുടെ ആണെങ്കിലും ഒന്ന് പറ. എവിടാ പെങ്ങൾ വെളിയിൽ? ഓരോ ഒപ്പിച്ചോട്ട് തമാശ പറയാ. പിന്നെ ഇത് നിങ്ങളുടെ കുട്ടിയാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ കുട്ടിയാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഏത് പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്? എനിക്കെങ്ങനെ അറിയാൻ പറ്റും? നിനക്കേ പറയാൻ പറ്റൂ. ഊരാ പാന്റ്. ഊരാ പാന്റ്. പാന്റ് എന്നെ കൊണ്ട് സത്യം നിന്നെ പറയില്ല. പാന്റ് ഇടുന്നത് എന്തിന്? ഊരാ. ഊരാ. പാന്റ് ഇടുക. ഊരാ പാന്റ്. പാന്റ് ഇടുക. പാന്റ് പാന്റ് ഇടാനാ പറഞ്ഞത്. അയ്യേ, അത് ഇതുമായിട്ട് എന്ത് ബന്ധം? ആ ബന്ധമുണ്ട്, നീ പാന്റ് ഊര്. അയ്യേ, ഛേ, കണ്ടോ, കൊച്ചിന് ദേഹത്ത് കണ്ട അതേ മറവ് അതേ സ്ഥാനത്ത് ഇവന്റെ ദേഹത്തുണ്ട്. അത് കൊള്ളാം. രൂപസാദർശമുള്ള ഒരു മരം കൊണ്ടെന്ന് വിചാരിച്ചു കുട്ടി എന്റെ എങ്ങനെ ഒരുപാട് ഞഞ്ഞ വർത്താനം പറയരുത്. ഉണ്ണി? വേണ്ട വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എന്തായിരുന്നു ഇവിടെ? ബോണിക്ക് അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ല. അപ്പൊ അക്കൗണ്ട്സ് സെറ്റ് ചെയ്ത് റെസീറ്റ് മേടിക്കാറുണ്ടെന്ന്. ആ റെസീറ്റ് അവിടെ കിടക്കുന്നത്. എടാ എവിടെങ്കിലും പോയി എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സോടെ സമ്മതിക്കേ. അതിനാണ് സർക്കാർ ഓരോ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിനക്കൊരു 50 പൈസ മുടക്കിട്ട് പോയിരുന്നല്ലോ. ബാക്കിയുള്ളവർ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. നിർത്തടാ. എന്താ കാര്യം? എന്താ കാര്യം കാണിച്ചു തരാം. എടുത്തു വിടറാ. എന്നാ സ്വന്തം അച്ഛന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇനി അച്ഛനായി മോളായി. ഓടെ ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ഡാ വിനോദേ, ഒരക്ഷരം മിണ്ടി പോരുത്. രാവിലെ തൊട്ട് ഞങ്ങളും കൂടെ അനുഭവിക്കുന്നതാ. ഫാമിലി റൂം അവിടെ പോടാ പോടാ. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. ഇവിടെ പറയുന്ന കേൾക്കണേ. തുറക്കടാ ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. വിനോദേ, നീ എങ്ങനെ തുറക്കടാ? അയ്യോ, കൊച്ചു കരയുന്നടാ. കളി തമാശ കളയാനാ പറയുന്നത് കേട്ടാ. എടാ വിനോദേ, തുറക്കടാ, തുറക്കടാ, പുല്ല തുറക്കടാ. ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. അയ്യേ, എടാ ഉണ്ണികൃഷ്ണ, ഓടി വായോ, കൊച്ച അപ്പിട്ടടാ. അയ്യേ, എടാ വിനോദ, കഥ തുറക്കടാ. അയ്യേ, തുറക്കടാ, ഞാൻ ചവിട്ടി തുറക്കും. അയ്യേ, എന്താടാ ഉണ്ണികൃഷ്ണ, കൊച്ച അപ്പിട്ട് എന്റെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ചേ. കൊണ്ടുപോകണം. ആ പൈപ്പിന്റെ മൂട്ടിലെങ്ങനെ കൊണ്ട് കഴിവ് പോ. ഒന്ന് കഴുകി തന്നാ ഞാൻ എടുത്തോളാം. എനിക്ക് പരിചയമില്ല. എടാ, ഞങ്ങൾക്ക് ക്രാങ്ങളുടെ ചന്ത കഴിക്കലല്ലേ ജോലി. കൊണ്ടുപോകണം അവിടുന്ന്. ഡേടേ, ഈ പൈപ്പെങ്കിലും ഒന്ന് തുറന്നു തടേ. സ്വന്തമായിട്ടൊക്കെ തുറന്നോണ്ടാ മതി. ആ ഡൈനിങ് ടേബിൾ ചീത്തയാക്കരുത് പറഞ്ഞേക്കാം. പോടാ. എടാ ശരിക്കും കഴി. ഇനി ഒന്ന് പിടിക്കോ? എന്റെ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യാനാ. സൗകര്യമില്ല. ഗുഡ് നൈറ്റ്. കരയാതെ. അയ്യോ, കാക്കക്കുഞ്ഞിന്റെ വായാണെങ്കിലും ചീർക്കാഴി ഗോവിന്ദരായന്റെ സൗണ്ടാ. മിണ്ടരുത്. നീ ഇത്ര കാലത്ത് തന്നെ എവിടെ പോന്നു? ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ ഞങ്ങളുടെ MD വരുന്നുണ്ട്. എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ പോണം. MD എയർപോർട്ടൊക്കെ മനസ്സിൽ ഇരുന്നാ മതി. കുട്ടിയെ നോക്കാൻ നീ അങ്ങനെ മുങ്ങണ്ട. പോവാതിരിക്കാൻ പറ്റത്തില്ല. MD എന്ത് വിചാരിക്കും? MD അല്ല, നിന്റെ അപ്പൻ സാക്ഷാൽ വർക്കിച്ചേട്ടൻ വരുന്നെന്ന് പറഞ്ഞാലും നിന്നെ ഞങ്ങൾ വിടത്തില്ല. വിട്ടാ നീ മുങ്ങും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, കളി തമാശ കളിക്കരുത്. കാണിച്ചോളാ. അവനെ വിടടാ. MD വരുന്നത് എന്റെ ചെവിയെ തുറക്കാൻ പോണം. ജോലി പോലെ പ്രശ്നമാണ്. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ,